യൂട്യൂബിൽ പുതിയ 6 അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നല്ല നല്ല അപ്ഡേറ്റുകളും ഇതിനുള്ളിലുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ ഈ അപ്ഡേറ്റുകളെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഈ 6 അപ്ഡേറ്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഇപ്പോൾ യൂട്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇനി മുതൽ നമുക്ക് കമ്മ്യൂണിറ്റി ഒൺലി പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ക്രിയേറ്റർ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അയാളുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അയാളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് മാത്രമേ ആ പോസ്റ്റ് കാണാൻ പറ്റത്തുള്ളൂ. ആ പോസ്റ്റ് ഒരിക്കലും സ്റ്റാൻഡേർഡ് പബ്ലിക് പോസ്റ്റായിട്ട് മറ്റ് എല്ലാ പബ്ലിക്കിലേക്കും പോകത്തില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ പബ്ലിക്കിനും ആ പോസ്റ്റ് കാണാൻ പറ്റത്തില്ല. ഈ ക്രിയേറ്റർ ആരാണോ ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അയാളുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ പോസ്റ്റിനെ കാണാൻ പറ്റുകയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ്, അതായത് ഒരു ക്രിയേറ്റർ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റ് കാണുന്ന ഓഡിയൻസിന് അല്ലെങ്കിൽ വ്യൂവറിന് ആ പോസ്റ്റിനെ കോട്ട് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്കും അതിനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഞാനൊരു കമ്മ്യൂണിറ്റി ഓൺലി പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ പോസ്റ്റ് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ സെയിം പോസ്റ്റിനെ കോട്ട് ചെയ്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഓഡിയൻസിനും ആ സെയിം പോസ്റ്റ് കാണാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് കമ്മ്യൂണിറ്റിയെ ഇപ്പോൾ യൂട്യൂബ് മ്യൂസിക്കിലേക്കും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ പുതിയതായി കുറേ ടൂൾസും യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി യൂട്യൂബ് റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു പണി തരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ അതിനോടൊപ്പം നമുക്ക് പാട്ടും മ്യൂസിക്കും ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ അതിപ്പോൾ ഷോർട്ട് ഫീഡിലും കയറി ഓടുന്നുണ്ട്. അങ്ങനെ ഷോർട്ട് ഫീഡിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വ്യൂസും ലൈക്സും ഒക്കെ കിട്ടുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മുടെ ഈ ഓഡിയൻസിനെ കാണിക്കുമ്പോൾ ഓഡിയൻസിനോട് യൂട്യൂബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഡോണ്ട് റെക്കമെൻഡ് പോസ്റ്റ് ഫ്രം ദിസ് ചാനൽ. ഈ ഒരു സംഭവം ഈ ഏതെങ്കിലും ഓഡിയൻസ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവരിതിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മളിടുന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റും ഈ ഓഡിയൻസിനെ കാണിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് കൺട്രോളും നമ്മുടെ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് അവരെ കാണിക്കണോ വേണ്ടയോ അതിനുള്ള കംപ്ലീറ്റ് കൺട്രോളും ഇപ്പോൾ ഓഡിയൻസിൻ്റെ കയ്യിലാണ്. അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി മുതൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കരുത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടേണ്ടത്. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റ് വേണം നമ്മൾ ഇടാൻ. ഇല്ലെങ്കിൽ ഓഡിയൻസ് ഇവിടെ ഡോണ്ട് റെക്കമെൻഡ് ചെയ്യും. പിന്നീട് നമ്മുടെ ഈ പോസ്റ്റ് ഒന്നും അവരെ കാണിക്കത്തതുമില്ല. അതിലൂടെ നമുക്ക് വ്യൂസും ലൈക്സും ഒന്നും കിട്ടത്തുമില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ്. അതായത് ഇനി മുതൽ നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോസിന് കസ്റ്റം തംബ്നെയിൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, ലോങ് വീഡിയോയുടെ തംബ്നെയിൽ നമുക്ക് ആസ്ക് സ്റ്റുഡിയോയിലൂടെ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി മുതൽ ഷോർട്ട് വീഡിയോയുടെ തംബ്നെയിലും നമുക്ക് വേണമെങ്കിൽ ഈ ആസ്ക് സ്റ്റുഡിയോയിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഷോർട്ട് വീഡിയോയ്ക്ക് നമുക്ക് ഈ കസ്റ്റം തംബ്നെയിൽ കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ ആ തംബ്നെയിൽ, ഈ ഷോർട്ട് വീഡിയോയുടെ തംബ്നെയിൽ ഈ ആസ്ക് സ്റ്റുഡിയോയിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത അപ്ഡേറ്റും ഷോർട്സ് ക്രിയേറ്റേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് യൂട്യൂബിൽ ഒരു പുതിയ ഫീച്ചർ വരികയാണ്, സ്നാക്ക് ബാർ എന്ന് പറഞ്ഞിട്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ അതിൻ്റെ ഹോം പേജിൽ മുകളിലായിട്ട് തന്നെ കാണിക്കും. ഈ സ്നാക്ക് ബാറിനുള്ളിൽ ഈ ഷോർട്സ് ക്രിയേറ്റേഴ്സിനെയും ഫീച്ചർ ചെയ്യും. അപ്പോൾ ഇത് ഇപ്പോഴും എക്സ്പെരിമെൻറ്റിലാണ്, ഇതുവരെ റോൾ ഔട്ട് ചെയ്തിട്ടില്ല. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ഹോം പേജിൽ തന്നെ സ്നാക്ക് ബാർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കും. അതിനുള്ളിൽ ഈ ഷോർട്സ് ക്രിയേറ്റേഴ്സിനെയും അതിനുള്ളിൽ ഫീച്ചർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് ക്രിയേറ്ററുടെ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസ് നമുക്ക് പെട്ടെന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ എക്സ്പെരിമെൻറ്റിലാണ്. ഇത് എത്രയും പെട്ടെന്ന് സക്സസ് ആയി ഇത് റോൾ ഔട്ട് ആവുന്നതാണ്. അതിനുശേഷമേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റ് TV-യെ കുറിച്ചുള്ളതാണ്. ഒരുപാട് ആളുകൾ TV-യിലൂടെ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ വീഡിയോസിന് വരുന്ന കമൻസിന് നമുക്കിപ്പോൾ വോയിസ് റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഈ ഒരു അപ്ഡേറ്റിനെ ഇപ്പോൾ യൂട്യൂബ് TV-യിലും കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന TV അതൊരു സ്മാർട്ട് TV ആണെങ്കിൽ, അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് റിമോട്ട് ആണെങ്കിൽ, ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ടിവിയും സ്മാർട്ടാണ്, അതുപോലെ തന്നെ റിമോട്ടും സ്മാർട്ടാണ്. റിമോട്ടിലൂടെ നമുക്ക് വോയിസ് കമാൻഡ്സ് TV-യിൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്.
അപ്പോൾ ഇനി മുതൽ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസിന് കമൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ റിമോട്ടിലൂടെ പറഞ്ഞ് നമുക്ക് എന്താണോ പറയാനുള്ളത് കമൻസിൽ പറയാനുള്ളത് അത് റിമോട്ടിലൂടെ പറഞ്ഞ് നമുക്ക് ഈ കമൻസ് ഇനി മുതൽ ടി വിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലായിരുന്നു പോയി സേവ് ആയി കിടന്നിരുന്നത്. ഈ ഡൗൺലോഡ് ഓപ്ഷനെ ഇനി മുതൽ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയുകയാണ്. ഇനി മുതൽ നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ പ്ലേലിസ്റ്റിലായിരിക്കും സേവ് ആയി കിടക്കുന്നത്. പ്ലേലിസ്റ്റിൽ ഡൗൺലോഡ് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടാബ് ഉണ്ടായിരിക്കും. അതിനുള്ളിലായിരിക്കും നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് പോയി സേവ് ആയി കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ 6 അപ്ഡേറ്റുകൾ. ഇതിൽ മാക്സിമം അപ്ഡേറ്റുകളും വളരെ നല്ല അപ്ഡേറ്റുകൾ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.